ചൊന്നേൻ. പുരന്തരാനുഗ്രഹം ചൊല്ലുവാൻ ഇന്നു തുടങ്ങുന്നിതെന്നാൽ അതിൻ മുൻപിൽ സൃഷ്ടി ചൊല്ലിയിടുന്നിതു. ഇഷ്ടവരങ്ങളും കിട്ടി സമുദ്രത്തിൽ നിന്നു കരേറിയ ഭക്തപ്രവരരായി മേവും പ്രചേതാക്കൾ 10 പേരാലുമൊക്കെ ദഹിപ്പിക്കുന്ന വൃക്ഷാഷണ്ഡങ്ങളെ കണ്ടുടൻ അപ്പോഴ് വൃക്ഷപ്രവരൻ അനുനയിച്ച് ആദര വൃക്ഷങ്ങൾ തൻ അനർത്ഥങ്ങളും തീർത്തുകൊണ്ട് അക്ഷണമങ്ങ് വാർക്ഷാഖ്യയാം കന്യയെ സത്വരമൻപോടു നൽകിനാനങ്ങവൻ. 10 പേരും കൂടെ വേട്ടാരവളയും. ദക്ഷൻ അവളിൽ നിന്നുത്ഭവിച്ചിടിനാൻ. ദക്ഷൻ മനസ്സാപ്യനേകം പ്രജകളെ സൃഷ്ടി ചെയ്താൻ. അതു പോരാഞ്ഞു പിന്നെയും തുഷ്ടി കലർന്നു. വിന്ധ്യാദ്രിസാനുസ്ഥലം ഗദ്വ തപസ്സു ചെയ്ത് അന്ന് അവൻ ഹംസഗുഹ്യത്താൽ അഖില ജഗൽപതി മാധവൻ തൽ സ്തുതി ചെയ്തു നന്നായി പ്രസാദിപ്പിച്ചു. നിൽപ്പവൻ മുൻപിൽ പ്രകാശിച്ചു. നാഥനെ കണ്ടു തൊഴുതു വന്ദിച്ചു വിനീതനായി. ഇണ്ടലൊഴിഞ്ഞവനായിക്കൊണ്ട ധോക്ഷജ കുണ്ഠത തീർത്തു കൊടുത്താന. സിഗ്നിയാം വണ്ടാർ കുഴലിയെയും കൊണ്ടുപോന്നവൻ തണ്ടാർ ശരക്രിയയാരമിക്കുന്ന നാൾ ഉണ്ടായത് അങ്ങവൾ വെറ്റു നിരന്തരം ഹര്യശ്വന്മാർ എന്നു പേരായ പുരുഷവര്യന്മാർ നന്ദനന്മാർ 10,000. സർവജ്ഞന്മാർ അവർ ആത്മയോഗത്തെയും നിർവഹിച്ച് ആനന്ദതൽപരരായുടൻ നാരദശാസനയാൽ അഭീഷ്ടപ്രദന്മാരവർ സന്യസിച്ചിടിനാർ ഏവരും. അന്നത് കണ്ടു പരിതാപയുക്തനായി പിന്നെയും ദക്ഷ പ്രജാപതി കേവലം ബ്രഹ്മനിയോഗാൽ ശബലാശന്മാർ എന്നു നിർമ്മലന്മാരായ നന്ദനന്മാരെയും ചെമ്മേ ജനിപ്പിച്ചു കൊണ്ടാൽ സഗ്നിയ. നിർമ്മലന്മാരായ നന്ദനന്മാരെയും ചെമ്മേ ജനിപ്പിച്ചു കൊണ്ടാന സിഗ്നിയാം. ധർമ്മധാരങ്ങളിൽ നിന്ന് അതിവിദ്രുതം കൽമഷം തീർന്നവരും നാരദാജ്ഞയാൽ ഉന്മേഷം ഉൾക്കൊണ്ടു സന്യസിച്ചിടിനാർ. നന്ദനന്മാർ അവർ 1000 പദം സന്യസിച്ചാരെന്നറിഞ്ഞ ദക്ഷനും കോപേന നാരദൻ തന്നെ ശപിച്ച് സന്താപ സംയുക്തനായന വിളംബിതം. പിന്നെയും ബ്രഹ്മാനുനീതന സിഗ്നിയിൽ നിന്നങ്ങ് 60 കന്യകമാരെയും ചെമ്മേ ജനിപ്പിച്ച് അവർകളിൽ 10 ധർമ്മരാജന് കൊടുത്തോരനന്തരം മാരീചനായി 13-27 പേരെ മുതിർന്നു ജൈവാത്രികനും തഥാ ഭൂതനും അംഗിരാവിനും കൃതാശ്വനും പ്രീതനായങ്ങി തിരുവരെയും തഥാ താക്ഷ്യനു 4 കൊടുത്താനതിൽ സാധ്യരുമാശു വിശ്വദേവതകളും വിശ്വകർമാവും വസുക്കളും രുദ്രനും അശ്വിനി ദേവകളും ധർമ്മപുത്രന്മാർ മറ്റും പലരുണ്ടു. പിന്നെയും 10 പേർ പെറ്റുള്ള ധർമ്മതനയന്മാരായവർ അംഗിരാവിന്റെ പിതൃക്കൾ അരുണനും അങ്ങു ഗരുഡൻ അനവധി നാഗങ്ങൾ തങ്ങളും താക്ഷ്യജന്മാർ പോലവരെല്ലാം ഇങ്ങനെയുള്ളവർ എന്നറിഞ്ഞേടു നീ. നിൽക്കതെല്ലാം അതിഥി ദിതിയും ധനു മൈക്കണ്ണി കാഷ്ഠ അരിഷ്ട സുരസയും
ചൊൽക്കൊണ്ടെഴും ഇളയും മുനിയും ക്രോധമുഖ്യവശൈമ താമ്രസുരഭിയും പിന്നെ സരമാതിമീ ഇവർ കശ്യപൻ തന്നെ പത്നിമാരല്ലോ 13 എന്നവർ നമ്മുടെ സന്തതിയാൽ ഉലകം നിറഞ്ഞു സർവജന്തുഭിരങ്ങുമേ. മന്നവാ കേൾ തിമി സന്തതിയായതൻ അന്വഹമർണ സത്വങ്ങളറിക നീ. സാരമേയന്മാർ നിരന്തരം ശ്വാപതന്മാരിഹ നിത്യം സുരഭിജ ജാതികൾ ഗോകുലം താമ്രസുതന്മാർ ഖഗാദികൾ ഏകദാ കേൾമുനിക്ക് അപ്സരസാം ഗണം ക്രോധവശയ്ക്കുളവായുള്ള സന്തതി ജാതികൾ പോൽ സർപ്പജാതികൾ ആദികൾ കേവലമിങ്ങിള സന്തതി ജാതമി സ്ഥാവര ജാതികൾ സർവലോകങ്ങളിൽ കേൾക്ക സുരസപെറ്റുണ്ടായതൂഴിയിൽ രാക്ഷസവംശം ഒരു വകഭൂപത്തെ ഗന്ധർവ സംഘമരിഷ്ടതൻ സന്തതി കാഷ്ടയ്ക്കുളവായുളായതശ്വാദികൾ സന്തതി കാഷ്ടയ്ക്കുളയായതശ്വാദികൾ ദാനവന്മാർ ധനുസൂനുക്കളുണ്ടനേകാനം ദിതിസുതന്മാർ ദൈത്യ സംഘവും പൂർവജയാകുമതിഥിക്കു സൂനുക്കളാം അവർ 12 ആദിത്യന്മാരല്ലോ. പേരവർകൾക്കു വിവസ്വാനും അര്യമാഭൂഷാവധാപിച്ച ത്വഷ്ട സവിതാവും നീതിമാനാം ഭഗൻ ധാതാവിധാതാവും പ്രീതൻ വരുണനും മിത്രനും ഇന്ദ്രനും വിഷ്ണുവും എന്നിവർ 12 ഇങ്ങനെ വിഷ്ണുരാധ പ്രഭോ കേട്ടുകൊള്ളുന്നതിൽ ശ്രാദ്ധദേവൻ മനുവും ധർമ്മരാജനും തീർത്ഥഭൂതാഢ്യയായുള്ള യമുനയും ആശ്വിനേയന്മാരുമാഹന്ത മന്ദനും ആശ്ചര്യരൂപനായുള്ള സവർണിയും സാധിപതിയും എന്നിവർ കേവലം